ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷസ് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒട്ടുമിക്ക കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഞാനിതാ സുഖമായിട്ട് അടിപൊളിയായിട്ട് മാഷാഅല്ലാഹ് ഇതിലേക്ക് ഇങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറ്റുമെന്നുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണേ. കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ലൈക്ക് കമൻറ്റെല്ലാം കൊടുത്തോളി. അതെ, രാവിലെ ഒരു നല്ല മൂഡ് കിട്ടണമെങ്കിൽ കിച്ചണിൽ കയറി വരുമ്പം തന്നെ കിച്ചൺ നല്ല ക്ലീൻ ആയിരിക്കണം അല്ലേ. ഇവിടെ നിന്നാണ് ഫുൾ പോസിറ്റീവ് എനർജി കിട്ടുക. കിച്ചൺ ഇങ്ങനെ അലങ്കോലമായി കിടക്കുമ്പോൾ നമ്മൾ ഫുൾ മനസ്സ് കലങ്ങിയിട്ടുണ്ടാവും. എനക്കെല്ലാം അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തലേന്ന് രാത്രി ഫുൾ ക്ലീനാക്കി ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പിറ്റേ ദിവസം മനസ്സിന് എന്തെന്നില്ലാതെ ഒരു സുഖം കിട്ടും. പ്രത്യേകിച്ചിട്ട് കുക്കിംഗ് ചെയ്യാനെല്ലാം ഭയങ്കര ഇഷ്ടമുണ്ടാവും അല്ലേ. അലങ്കോലമായി കിടക്കുമ്പോൾ എന്താ പറയുക, മൊത്തം അന്നത്തെ ദിവസം നെഗറ്റീവ് ഉണ്ടാകുക. കഴിയുന്നത് രാവിലെ നേരത്തെ കാലത്ത് എണീക്കാൻ വേണ്ടിയിട്ട് നോക്കുക. രാവിലെ ചെയ്യുന്ന എല്ലാ ജോലിയിലും നല്ല വർക്കത്തുണ്ടാകും. അതിപ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ, ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലും മാത്രമല്ല, നിങ്ങൾ കച്ചവടത്തിന് പോകുന്നവരാണെങ്കിൽ രാവിലെ ചെയ്യുന്ന കച്ചവടത്തിൽ നല്ല വർക്കത്ത് ഉണ്ടാകും. അത് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ ശീലമാക്കണം. നമുക്കൊരു ധാരണ ഉണ്ടല്ലേ, അല്ല ഇന്നത്തെ ദിവസം തിരക്കൊന്നും ഇല്ലല്ലോ, എന്നാൽ പിന്നെ അവിടെ കിടന്നുറങ്ങിട്ട് അങ്ങനെ വിചാരിക്കാനേ പാടില്ല. തിരക്കുള്ള ദിവസമാണെങ്കിലും തിരക്കില്ലാത്ത ദിവസമാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നേരത്തെ കാലത്ത് എണീക്കുക. ഒന്നുമില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അല്ല, രാവിലെ ചെയ്യുന്ന ജോലിയിലാണ് നല്ല വർക്കത്തുണ്ടാകുക, നല്ല മനസ്സുണ്ടാകും, പവർഫുൾ മനസ്സായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നല്ല ആരോഗ്യം ഉണ്ടാകും. എല്ലാം കിട്ടണമെങ്കിൽ രാവിലെ നേരത്തെ കാലത്ത് എണീക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എണീറ്റ പാടുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയുന്നൊന്നുമില്ല. അല്ല, അതേപോലെ തന്നെ വലതുവശം എന്താ പറയുക, ഇടതുവശത്താണെങ്കിൽ വലതുവശത്തോടു കൂടി എണീക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് സ്തുതിയെല്ലാം പറഞ്ഞിട്ട് എണീക്കുക. ഞാനില്ല, എൻ്റെ ഭർത്താവിൻ്റെ ഇതിൽ കണ്ട നല്ലൊരു ശീലം എന്താണെന്ന് വെച്ചാൽ, മൂപ്പർ രാവിലെ എണീറ്റാൽ അങ്ങനെ കിടക്കൂല. എന്തെങ്കിലുമായിട്ട് ഇങ്ങനെ പണി എടുത്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലുമായിട്ട് ഒരു പണി ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. ഒന്നുമില്ലെങ്കിൽ റോഡ് വൃത്തിയാക്കും, അപ്പുറത്തെ വളപ്പിലെ കാട് വൃത്തിയാക്കും. അത് ഞാൻ ചുമ്മാ ഇങ്ങനെ പറയുന്നതൊന്നല്ല കേട്ടോ. ഇനി എൻ്റെ ഈ ഒരു വീഡിയോ ആരെങ്കിലും കാണുന്നുള്ളവരാണെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞത് 100% സത്യമാണെന്ന് അവർക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരാളാണ്. ഞാൻ എൻ്റെ ചെറുതിലേ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേ നിങ്ങൾ എങ്ങനെയാണ് ചെറുതിലേ കണ്ടതെന്ന്. അതായത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോനാണ്. അപ്പം ഞാൻ കാണുന്നുണ്ടല്ല, അങ്ങനത്തെ എല്ലാ സ്വന്തം കാര്യം അങ്ങനെ ഇതൊന്നുമില്ല. അതിപ്പോൾ റോട്ടുമ്മലുള്ളൊരു കല്ല് പോലും നീക്കി കൊടുക്കും. ഇനി നമുക്ക് ഇതിന് കാര്യത്തിലേക്ക് വരാം. രാവിലെ എണീറ്റ അവിടെ ഞാൻ എന്ത് ചെയ്തേ, രാവിലെ തന്നെ വേഗം ചിക്കൻ കറി അവിടെ ഉണ്ടാക്കി വെച്ച് എന്നിട്ടാണ് ഒരു കട്ടൻ ചായ കുടിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് രാവിലെ എണീറ്റ പാട് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം കുടിക്കും കേട്ടോ. അതായത് നമ്മൾ കെയർ ചെയ്യണ്ടേ, നമ്മളെ നോക്കാണ്ട് വേറെ ആര് നോക്കും. നമ്മൾ നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഒന്നുമില്ലെങ്കിൽ ചുമ്മാ നമ്മളെ മനസ്സോട് തന്നെ പറയാം, ഞാനിത്ര സുന്ദരിയാണ് എന്തെങ്കിലും പറയാം. അങ്ങനെ പറയുന്നതിന് എന്താ ഇപ്പോൾ കുഴപ്പം? അല്ലാതെ മറ്റുള്ള ആളെ നോക്കി നീ അടിപൊളിയാണല്ല അങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആദ്യം നമ്മളെ മോട്ടിവേഷൻ ചെയ്യണം അല്ലേ. നമ്മൾ തന്നെയാണ്, അതായത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ സുന്ദരി എന്ന് പറയുക. അതിനൊരുപാട് ഇങ്ങനെ നിറം വേണമെന്നൊന്നുമില്ല. അതിപ്പോൾ കറുപ്പായാലും വെളുപ്പായാലും നല്ലൊരു മനസ്സുണ്ടായാൽ നല്ല ആരോഗ്യം ഉണ്ടാവും. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് അല്ലേ, ശരി തന്നെയല്ലേ. പിന്നെയെന്ന് വെച്ചാൽ കറുത്താൽ എന്താപ്പാ, ഒരു പുഞ്ചിരി ഉണ്ടെങ്കിൽ അവിടെ പോലെ ആരെ ഉണ്ടാവുക ലോകത്ത് അല്ല, അതാ വേണ്ടത് അത്. അപ്പം നമ്മൾ തന്നെ നമ്മളെ നല്ലോണം കെയർ ചെയ്യുക. നല്ല വൃത്തിയിൽ വെളുപ്പിൽ രാവിലെ എണീറ്റ് അവിടെയെല്ലാം നല്ല മുടിയെല്ലാം നല്ല വാരി വൃത്തിയാക്കിയിട്ട് കിട്ടുക. അന്നേരം ഓരോരുത്തർ പറയും അവരവിടുത്തെ നെഗറ്റീവ് പറഞ്ഞോട്ടെ. അതൊന്നും നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളെ കാര്യങ്ങൾ നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക. മറ്റുള്ള ആൾ എന്ത് പറഞ്ഞ് എന്ത് വിചാരിക്കുക, അതൊന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ എടുക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്നറിയാവുക,
നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. എന്തിനാണ് വെറുതെ നമ്മളെ നശിപ്പിക്കുന്നതല്ല. വെറുതെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ തലയിൽ കുത്തി നിറച്ച് നെഗറ്റീവ് തോട്ട്സൊക്കെ കുത്തി നിറച്ചിട്ട് അത് നമ്മളെ ആരോഗ്യം നഷ്ടപ്പെടും. നല്ലൊരു മനസ്സുണ്ടാകില്ല. അതേപോലെ തന്നെ എന്താ പറയുക, ഇടുങ്ങിയ മനസ്സായിരിക്കും നമ്മളതുണ്ടാവുക. പോരാത്തതിന് എന്താ പറയുക, മുഖത്തൊന്നും ഒരു തെളിച്ചുണ്ടാവില്ല. നമുക്ക് ഉണ്ടാവേണ്ടത്, നമുക്ക് കുറേ പണമൊന്നുമല്ല പ്രധാനം. എന്താ പറയുക, മുഖമൊക്കെ നല്ല ക്ലിയർ ആയിരിക്കണമല്ല. അതിന് എന്ത് ചെയ്യണ്ടേ, മറ്റുള്ള ആളെ കാര്യങ്ങളൊന്നും കൂടുതൽ എടുക്കാതിരിക്കുക. മറ്റുള്ള ആളെ കാര്യങ്ങളെന്ന് വെച്ചാൽ അവർ നമ്മളെന്തെങ്കിലും നെഗറ്റീവെല്ലാം പറഞ്ഞാൽ അത് മനസ്സിലിങ്ങനെ കലക്കിയെടുക്കണ്ടാന്ന്, അത് ചിന്തിച്ചിട്ട് നമ്മളെ ദിവസം അതേപോലെ തന്നെ നമ്മളെ ജീവിതം ഇല്ലാതാക്കണ്ട. നമ്മൾ നല്ല പവർഫുള്ളായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതല്ലേ. ജീവിതം നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് കൂടുതലായിട്ട് ശ്രദ്ധിച്ച് കൊണ്ടുപോകേണ്ടത് നമ്മളെ വീട്ടമ്മ തന്നെയാണ്, ഒരു സ്ത്രീ തന്നെയാണ് കൊണ്ടുപോകേണ്ടത് കേട്ടോ. പണം എന്താ പറയുക, ഭർത്താക്കന്മാർ തരും, ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആ നെഗറ്റീവ് കാര്യങ്ങൾ അതൊന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതെടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ, രോഗം പെട്ടെന്ന് പിടിപ്പെടും. അതേപോലെ തന്നെ എന്താ പറയുക, അപ്പം നമുക്കൊരു ക്ലിയർ ഉണ്ടാവില്ല. എന്നും ടെൻഷൻ അടിച്ച് ഇങ്ങനെ തൂങ്ങിയ പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുക. അങ്ങനെ എൻ്റെ രാവിലത്തെ കത്തലിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കറിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ആ ഒരു കറി തന്നെയാണ് ഞാൻ ഉച്ചക്കൊക്കെ എടുക്കുക. ഇനി പ്രത്യേകിച്ചിട്ട് കറിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല. ഇനി ചോറുണ്ടാക്കണം. അത് പിന്നെ ഒരു 12:30 മണിക്ക് വേഗം ഉണ്ടാക്കും, വേവില്ലാതെ അരിയാന്നല്ല. പിന്നെ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഓയിലിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഇതാ ഞാൻ സ്പ്രേ വെച്ചിട്ട് തന്നെയാണ് ക്ലീനാക്കി എടുക്കുന്നത്. കൗണ്ടർ ഇന്ന് ക്ലീനായിരിക്കണം അല്ലേ. കൗണ്ടർ മാത്രമല്ല, വീട് മൊത്തം അങ്ങനെ തന്നെയാണ്. എന്നെങ്കിലേ നമുക്കൊരു പോസിറ്റീവ് ഒരു എനർജി ഉണ്ടാകും അല്ലേ. അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് വരാൻ സാധ്യതയുണ്ട്. ഡെയിലി ഇങ്ങനെ ക്ലീനിങ് ചെയ്താലേ നമുക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല. എന്താ ആകെ അത്രയെല്ലാം ഉണ്ടാകും. കൂട്ടി വെക്കുമ്പോഴല്ലേ, അത് കൂട്ടി വെക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ക്ലീനാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് അത് മടുപ്പ് പിടിക്കും. നമ്മൾ ഏതൊരു പണി എടുക്കുമ്പോഴും നമുക്ക് മടുപ്പ് പിടിക്കാൻ പാടില്ല. മടുപ്പ് പിടിച്ചാൽ നമ്മുടെ മനസ്സും പോയി, ശരീരവും പോയി, എല്ലാം മൊത്തത്തിൽ പോയി. അതുകൊണ്ട് ചെയ്യുന്ന പണി കുറച്ച് എല്ലാ ദിവസവും തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ഇന്നത്തെ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി അകം അടിച്ച് വരലുള്ളൂ. തുടക്കാനൊന്നുമില്ല, ഞാൻ ഇന്നലെ തുടച്ചിനേനും. തുടക്കൽ പിന്നെ 2 ദിവസം കൂടുമ്പോൾ തുടക്കാം. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് ഉമ്മാനടുത്ത് പോയതായിരുന്നു. ഉമ്മാനടുത്ത് ഞാൻ ചില സമയം ചില ദിവസങ്ങളിൽ രാവിലെ ഒന്ന് ഇറക്കും. 9 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുറ്റടിച്ച് വരാനുണ്ട്. മുറ്റടിച്ച് വരൽ എൻ്റെ മോളാണ്. അവൾ ഒന്നിക്കൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അടിച്ച് വരും, അല്ലെങ്കിൽ പിന്നെ സ്കൂളില്ലാ ദിവസം നോക്കിയിട്ട് അങ്ങനെ അടിച്ച് വരാം. ഇതിപ്പോൾ കുറച്ചൊന്ന് പൊടികളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ കടലാസൊക്കെ ഉണ്ടാവില്ലേ, അതൊന്ന് നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല വെയിലും ഉണ്ട്, ഇപ്പം വെയിൽ ഉദിക്കും. പിന്നെ ഇതാ മിറ്റടിച്ച് വരുന്നതിൻ്റെ കൂടെ ഒന്ന് പുല്ല് പറിക്കില്ല. അത് അങ്ങനെ അങ്ങനെ പുല്ല് പറിക്കാനും പറ്റില്ല. കൈക്ക് ഇങ്ങനെ അലർജിൻ്റെ സുഖമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പുല്ല് പറിക്കാനും നിൽക്കാറില്ല. ഇപ്പം അവരിങ്ങനെ വാക്കി തന്നിയാണ്, മുറ്റെല്ലാം വൃത്തിയാക്കി തന്നിയാണ്. പക്ഷെ ഇത്ര പെട്ടെന്നാണ് പിന്നെ ഇങ്ങനെ മുളച്ച് വരുന്നത്. അതേപോലെ ഈ ഒരു സൈഡിൽ കുറച്ച് കടലാസ് സാധ്യതകളുണ്ടാവും. ചില ദിവസം മക്കളുണ്ടാവും, ഈ ജനൻ്റെ അതിലോട്ട് പുറത്തേക്ക് വിടും. അപ്പം ഞാൻ അത് വണ്ടിയിലെടുക്കാൻ വരുമ്പോൾ അന്ന് കാണാം ഇങ്ങനെ കടലാസൊക്കെ ഇവിടെ ഉണ്ടെന്ന്. അത് കൈയോടെ ഇങ്ങനെ പൊറുക്കിയെടുക്കലാന്ന്. അപ്പം പിന്നെ എന്താ കൂടുതൽ പറയാനുള്ളത്? കൂടുതലൊന്നും പറയാനില്ലാന്ന് തോന്നും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുള്ള വിചാരിക്കുന്നു. ബൈ ബൈ.